നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓൾഡ് ദോഹ കേട്ടോ. അപ്പോൾ അവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അതിനെയൊക്കെ പറ്റിയിട്ട് ഒരു കുട്ടി കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു സ്പോട്ട് ദോഹയുടെ ഒരു സൂപ്പർ സ്പെഷ്യൽ സ്പോട്ടാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും പറയുന്നത് മീന ഡിസ്ട്രിക്റ്റ് എന്നാണ്. ഈ ഒരു പ്ലേസ് ഇപ്പം അവർ ദോഹയുടെ ഹിസ്റ്ററി, കൾച്ചർ, ലൈഫ് സ്റ്റൈൽ ഒക്കെ ബ്ലെൻഡ് ചെയ്ത് ഒരു കളർഫുൾ ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റിയതാണ് കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ ഒക്കെ കളർ ഫുൾ പേസ്റ്റൽ ഷെയ്ഡ്സാണ്, ലൈക്ക് പിങ്ക്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ. ചുമ്മാ ഒരു സാന്റോറിനി വൈബ്സ് ഒക്കെ തോന്നാൻ വേണ്ടിയിട്ടായിരിക്കും മേ ബി. ഇത് ദോഹയുടെ ഒരു ഓൺ വേർഷനാണ്. ഇതിൽ നമുക്ക് ഒരു 1 hour സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു പോർട്ടിൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ? 1971 ദോഹയുടെ ഫസ്റ്റ് ഡീപ്പ് വാട്ടർ കൊമേഴ്ഷ്യൽ പോർട്ടായിരുന്നു ഇത്. ആ ഒരു ടൈമിൽ ഈ ഒരു പോർട്ട് ദോഹയുടെ വലിയൊരു ഫിഷിംഗ് വില്ലേജ് മാത്രമായിരുന്നു കേട്ടോ. ഇവിടെ വലിയ കാർഗോ ഷിപ്സ്, ഫിഷിംഗ് ദൗസ്, ട്രേഡൊക്കെ ഇവിടെ വരുമായിരുന്നു. ഒരു 1970 to 80s ഒക്കെ കഴിഞ്ഞപ്പോഴേ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ എക്സ്പോർട്ട് കാരണം ദോഹയുടെ എക്കണോമി തന്നെ അങ്ങ് ബൂസ്റ്റായി കേട്ടോ. അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ ഒരു ദോഹ പോർട്ടാണ് കേട്ടോ. ബട്ട് ഒരു 2016 ആയപ്പോഴത്തേക്കും ഹമദ് പോർട്ട് ഓപ്പൺ ആയി കേട്ടോ. അതൊരു ബിഗർ മോഡേൺ വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയാണ്. അതിനുശേഷം എല്ലാ കാർഗോസും അങ്ങോട്ട് ഷിഫ്റ്റായി. അങ്ങനെ നമ്മുടെ ഓൾഡ് ദോഹ പോർട്ട് ഫ്രീ ആയി. പിന്നെ നമ്മുടെ ഈ ഒരു ഓൾഡ് ദോഹ പോർട്ടില്ലേ, അതൊരു ടൂറിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസ്ട്രിക്റ്റ് ആയിട്ട് ട്രാൻസ്ഫോം ആക്കണം നമ്മുടെ ഗവൺമെൻറ് പ്ലാൻ ചെയ്തു. പിന്നെ അതിൻ്റെ വർക്ക് സ്റ്റാർട്ടായി 2022 ഫിഫ വേൾഡ് കപ്പിന് മുൻപേ ഫുൾ റീലോഞ്ച് ചെയ്തവർ കേട്ടോ. അങ്ങനെയാണ് ഈ ഓൾഡ് പോർട്ട് മീന ഡിസ്ട്രിക്റ്റ് ആയത് കേട്ടോ. ഇപ്പോൾ കണ്ട ഒരു പുതിയൊരു സിറ്റി പോലൊക്കെ തോന്നും കേട്ടോ. ഇതിൽ 37+ ഷെയ്ഡ്സ് ഓഫ് പിങ്ക്, ബ്ലൂ, യെല്ലോ ആൻഡ് ഗ്രീൻ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റഗ്രാം പാരഡൈസ്. ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് സ്ട്രീറ്റ്, കോബ്ലെ സ്റ്റോൺ വെച്ചുള്ള പാത്സ് ഉണ്ടല്ലോ, പിന്നെ CZ കഫേസ്, ആർട്ട് ഗാലറീസ്. ഇതൊക്കെ ദോഹയുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി ഒരു മോഡേൺ സ്റ്റൈൽ അവർ പ്രസൻറ്റ് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു മീന ഡിസ്ട്രിക്റ്റിന് ഒരു യൂറോപ്യൻ ഹാർബർ സിറ്റി വൈബ് ഉണ്ടെന്നാണ് കുറേ പേരൊക്കെ പറയുന്നത്. ഇതിനെ യൂണിക് ആക്കുന്നത് എന്തുകൊണ്ടെന്നറിയട്ടെ, ഇവിടെ ഖത്തറി കൾച്ചറൽ എലമെൻറ്റ്സ് പ്രിസർവ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് മജ്ലി സ്റ്റൈൽസ്, ആർക്കിടെക്ചർ, വിൻഡ് ടവേഴ്സ്, അറബിക് മോട്ടീവ്സ്. അങ്ങനെ ഇവിടെ കൂടുതലും ഷോപ്പിംഗ് ആൻഡ് ഡൈനിങ്സ് ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റ്, സീ ഫുഡ് സ്റ്റോൾസ്, ബൊട്ടിക് ഷോപ്സ്, എല്ലാ വെറൈറ്റീസും ഉണ്ട്. കഫേയൊക്കെ പേസ്റ്റൽ കളർ ബിൽഡിങ്ങിലാണ്. ഇൻറ്റീരിയേഴ്സൊക്കെ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ പല പോസ് ക്യാപ്ചർ ചെയ്യാൻ തോന്നും. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാറ്റിക് വേൾഡ് പോലെ നമുക്ക് തോന്നും. ഇവിടെ ഒരുപാട് ഇവൻറ്റ്സ് ഇവർ ഹോസ്റ്റ് ചെയ്യും കേട്ടോ, ലൈക്ക് ഖത്തർ ഇൻ്റർനാഷണൽ ബോട്ട് ഷോ, കൈറ്റ് ഫെസ്റ്റിവൽ, ബലൂൺ ഫെസ്റ്റിവൽ, റമദാൻ മാർക്കറ്റ്, ആർട്ട് എക്സിബിഷൻ. സോ ഈ പ്ലേസ് എലവാണ് ഇയർ അറൗണ്ടിൽ. ഇവിടെ നൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടം കാണാൻ അടിപൊളിയാണ് കാണാൻ. ഈവനിങ് നല്ല ക്രൗഡഡാണ്, കാരണം ഫാമിലിയൊക്കെ ആയിട്ടാണ് എല്ലാവരും വരുന്നത്. ഫുൾ അറ്റ്മോസ്ഫിയർ ലൈവാണ്. ഇതൊരു മെൽറ്റിംഗ് പോട്ടാണ് കേട്ടോ. കാരണം ഖത്തറീസ്